മെഴുക്കരും എടുത്തു. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മള് ദേവൂട്ടൻ എന്താ ചെയ്യാൻ പോണ ദേവൂട്ടാ? ഞാനൊരു മുട്ട ഉണ്ടാക്കുക. മുട്ട ഉണ്ടാക്കാനായിട്ട് ശരിക്കും മുട്ടയില്ല അല്ലേ? മുട്ട ഉണ്ടോ ഇവിടെ? ആ ഉണ്ടാക്കൂ. ഓ മുട്ടയൊക്കെ ഉണ്ടായാലോ. ഇതാണ് നമ്മുടെ മുട്ട. മുട്ട ചൂട് മുട്ടയാണ് കേട്ടോ. ഓ പാത്രത്തിനകത്ത് വെക്കി, തിരിച്ചു വെക്കി. മുട്ട നല്ല ചൂട് മുട്ട. എന്നാ പിടിച്ചോ. ചൂട് മുട്ട. സ്പൂണൊന്നും തന്നില്ല കേട്ടോ. എത്ര പൈസ? എത്രയാ? കൊറേ നമ്മൾ ശരിക്കും ചാലഞ്ച് ചെയ്യാനല്ല ഗൈസ് വന്നത്. നമ്മൾ പണ്ട് എന്തൊക്കെ ചെയ്തു അല്ലേ, എങ്ങോട്ടൊക്കെ പോയി, അതാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. ദോശ ഉണ്ടാക്കാൻ പോവാ. ദേവൂട്ടിന്റെ ദോശയും കൂടെ കണ്ടിട്ട് നമുക്ക് പോവാം. ഒരു 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റ് ദോശ റെഡി ആയിരുന്നോളൂ. ഇനി നമുക്ക് പൊടി ഇടാം. ഉപ്പിട്ടത് നല്ല സുഖമായി ഇളക്കണം. നല്ല ചൂട് ദോശ. മറ്റേ എന്റെ രണ്ടാമത്തെ എപ്പിസോഡ് എടുക്കാറുണ്ടല്ലേ? ഏതിന്റെ? പ്ലേറ്റിംഗ് ആയിട്ടുണ്ട്. ദോശയും സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അത് ചേട്ടനും കൂടെ വേണ്ടേ? അല്ല, നമ്മള് ദോശ ഉണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. നമ്മള് ഒരു മാസം ഓക്കെ ഗൈസ്. അപ്പോ നമ്മള് പോവാം. എവിടെയാ? എങ്ങോട്ട് പോണം? അപ്പൊ നമ്മുടെ പഴയ കാലത്തെ ഇതിലേക്ക് പോവാണ്. നമ്മുടെ പഴയ കാലം, നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് ഉള്ള നൊസ്റ്റാൾജിയിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ കുട്ടിപ്പാറ ദേവട്ടനും കൂടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, വാ നമുക്കപ്പോൾ നമ്മുടെ നൊസ്റ്റാൾജിയിലേക്ക് കടക്കാം. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഇതാണ് ആ കാണുന്ന കുളത്തിലാണ് നമ്മൾ പണ്ട് കുളിച്ചോണ്ടിരുന്നത്. നേരത്തെ എപ്പോഴും പറയായിരുന്നു തുളിക്കാം. അതെന്താ പറയാ, എനിക്ക് കുളിക്കാൻ ആ കാന്ന് പറഞ്ഞ അക്ഷരം എന്റെ വായിൽ വരില്ല. എപ്പോഴും താഴെ വരുള്ളൂ. അത്രയും കുഴപ്പമില്ല. പക്ഷെ ഇവനെല്ലാം പറയും. ഇവൻ കുളത്തിലൊന്നും കുളിച്ചിട്ടില്ല. ഇവൻ സ്വിമ്മിംഗ് പൂളിലാണ് കുളിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ വീട്, നമ്മുടെ പഴയ വീട്, നമ്മുടെ സ്വന്തം വീട് അല്ലേ? ഇവിടെ ഒരു പേരക്ക മരം ഉണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും പേരക്ക കഴിക്കുന്ന സ്ഥലമായിരുന്നു. മരവും ഇമ്പോർട്ടന്റ്. ശരിയാ. എപ്പോഴും കാല് വെച്ചോണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ചൊറിഞ്ഞൊന്നുമല്ല, അത് മറ്റേ എപ്പോഴും കളിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. പിന്നെന്താണ്, നമ്മൾ ഈ വ്ളോഗ് എടുത്ത് ശരിക്കും പറഞ്ഞ നമ്മുടെ വരാൻ പോണ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇൻകമിങ് ആണ്. കുറച്ച് വെക്കേഷനൊക്കെ ആകുമ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും. ശരിയാ. നമ്മൾ ഇനി വരാൻ പോകുന്ന ആൻഡ്രോ ജോസിന്റെ നേരത്തെ പറഞ്ഞാണ്, ആൻഡ്രോ ജോസ് വെബ് സീരീസിന്റെ എപ്പിസോഡ് 2 വരുന്നുണ്ട്. കാണാത്തവർ എന്തായാലും ഉറപ്പായിട്ടും കാണണം. ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതെ, പാർട്ട് 1 കണ്ടു നോക്കുക. പാർട്ട് 1 കണ്ടാകത്തേക്ക് മനസ്സിലാവില്ല. കാരണം അതിനകത്ത് കാണിച്ചിരിക്കുന്ന പറഞ്ഞാൽ 2 വില്ലന്മാരുണ്ട്. ആ വില്ലന്മാരുടെ ഫോട്ടോയാണ് ലാസ്റ്റ് കാണിക്കുന്നത്. അത് കണ്ടിട്ട് കുട്ടിപ്പാർ ഈ ക്യാരക്ടർ നെട്ടനായിട്ടാണ് കാണിക്കുന്നത്. കാരണം അവരും ഈ മുമ്പ് പരിചയം ഉണ്ടാവും അല്ലെങ്കിൽ പേടിച്ചിട്ടായിരിക്കാം. ദേവൂട്ടൻ ഇതിനകത്തൊരു ക്യാരക്ടറാണ്. ദേവൂട്ടൻ ചെയ്യുന്നത് മറ്റേ ഡംബി വിമൻ പോലത്തൊരു ക്യാരക്ടർ തന്നെയാണ് ദേവൂട്ടനകത്ത് കിട്ടിയിരിക്കുന്നത്. അല്ലേ ദേവൂട്ടാ? ദേവൂട്ടൻ കുറെ നമ്മുടെ വെബ് സീരീസിൽ കുറെ അഭിനയിച്ചിട്ടുണ്ട്. കൊറേ ഹിറ്റ് ആയിട്ടുണ്ട്. പിന്നെ നായകനായിട്ടാണ് മെയിനായിട്ട് ദേവൂട്ടൻ. പിന്നെ ഞാനും ചേട്ടനും വില്ലനാണ്. ഞാനും കുറച്ച് ആ ഒരു ഇതിലൊക്കെ ഇച്ചിരി ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ഇതിലൊക്കെ നമ്മൾ കൂടുതലും എടുത്തിട്ടുള്ളത്. പിന്നെ കുട്ടിപ്പാറ ആ വീട്ടിൽ പറഞ്ഞ ലക്ഷണം എന്തിനാ പറഞ്ഞൊക്കെ പറയുന്നുണ്ട്. അത് വരും. എപ്പിസോഡ് 3 അതിന്റെ കഥകളൊക്കെ പറയണം. എപ്പിസോഡ് 2 എന്ന് പറയുമ്പോൾ
ഇപ്പോൾ ഞാൻ പറഞ്ഞ് സസ്പെൻസ് കളയുന്നില്ല. കാരണം രണ്ടുപേരെ ഫോട്ടോ കാണിച്ചല്ലോ ലാസ്റ്റ്. അവർ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉള്ള സീനായിരിക്കും അടുത്ത് വരാൻ പോകുന്നത് 2-ൽ. പിന്നെ പറഞ്ഞു. ഹലോ ഗായ്സ്, നമ്മൾ ആൻഡി ജോസിന്റെ പുതിയ സിനിമ വരുന്നുണ്ട്. അത് ഞാൻ ഇവിടെ കുറെ നാളായി ഇവിടെ വന്നിട്ട്. ദേവൂട്ടനെ എല്ലാവരും ദേവൂട്ടനും ഉണ്ടായിരിക്കും അന്നത്തെ. അപ്പൊ ദേവൂട്ടനെ എല്ലാരും കാണണമെന്ന് പറ. എല്ലാരും കാണുന്നുണ്ട് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? പിന്നെ നമുക്ക് ഒരു വീഡിയോ പുതിയ അയക്കണം. നമ്മൾ ദേവൂട്ടനെ കാണുന്നില്ല. ദേവൂട്ടനോടെ പോയി പിണങ്ങി പോയാ? അല്ല, അവൻ പറയണ ചാലഞ്ച് വീഡിയോ എടുക്കാം. നമ്മള് വേറെ വീഡിയോ ഇപ്പൊ എടുക്കാം. നമ്മള് വ്ളോഗ് പോലത്തെ വ്ളോഗ്. അപ്പൊ ചാലഞ്ച് ചിരിച്ചോണ്ട് പിണങ്ങി പോയി. അവനെ വിളിച്ചോണ്ട് വരാൻ. നമുക്ക് അവനെ വിളിച്ചോണ്ട് വരാം. അവനപ്പോ അങ്ങോട്ട് പിണങ്ങി പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയെന്നറിയില്ല. വാ വാ ഓടിക്കോ. കാശിനോട് ഞാൻ ഓടണേ. ഞാൻ എടുക്കാം. ദേവൂട്ടനെ ഇവിടെ ഉണ്ട് ഗായ്സ്. നോക്ക് ദേവൂട്ടനെ. ഗായ്സ് ദേവൂട്ടനെ ഇപ്പൊ എവിടെ ഒളിച്ചിരിക്കാണ് കാണുന്നത്. എത്ര നേരം നോക്കി. അതാരാ കാരണത്ത് ഇറങ്ങി വാടാ ദേവാ, ഇറങ്ങി വാടാ, ഇവിടെ ഇറങ്ങി വാ. അതെടുക്കല്ലേ. ഇതാരാ? നമ്മള് കൊറേ ഒരു 5 മിനിറ്റ് നോക്കി പേടിച്ചു പോയി ഗൈസ്. അത് നമുക്ക് വിളിച്ചോണ്ട് വരാം. കൊറേ നേരം നോക്കണ്ടിരിക്കണ കിട്ടിയില്ല. ഇപ്പഴാ കിട്ടിയ. ഒളിച്ചിരിക്കാണ്. ഞങ്ങളൊന്ന് പിണങ്ങി വന്നിട്ട് ഇവിടെ ഒളിച്ചിരിക്കാണ് ഗൈസ്. പറയാൻ എടാ കള്ള. ഇവനില്ലേ ഗൈസ്, ഇവൻ ഡോറ് ലോക്കി കളഞ്ഞു ഞങ്ങള് കയറാതിരിക്കാൻ വേണ്ടി. പിടിയവനെ. ഇത്രക്കായ എന്റെ അടുത്താ കളി. എന്തിനാടാ നീ വേണമെങ്കിൽ പോയത് കൂട്ടാ? എന്തിനാടാ വേണമെങ്കിൽ പോയത്? ഇവനെ കൊണ്ട് തോറ്റ്. അപ്പൊ ഗൈസ് സ്റ്റേ ട്യൂൺ. നമ്മുടെ ആൻഡി ജോസ് എപ്പിസോഡ് 2 വരും. അതിൻ്റെ കൂടെ ഒരു സർപ്രൈസും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ വീഡിയോയിൽ സൂര്യ ചേട്ടൻ ഇല്ലായിരുന്നു. ചേട്ടൻ പരീക്ഷ കൊണ്ട് പഠിക്കുമായിരുന്നു. ചേട്ടനപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി വേറെ വീട്ടിൽ പോയിരിക്കുക. അപ്പോൾ അവൻ പിന്നെ വണ്ടി കയറി. പിണങ്ങിയില്ല ഗൈസ്, പിണങ്ങിയില്ല. ഒരു കളിക്കാണ്. കൊച്ചുകളി. അപ്പോൾ ശരി ഗൈസ്, ഓക്കെ. അപ്പോൾ ആൻഡി ജോസ് എപ്പിസോഡ് 2 കാണാം. എപ്പിസോഡ് 1 കാണാത്തവർ ഇപ്പോൾ തന്നെ പോയി കാണാം. അത് കണ്ടാലേ എപ്പിസോഡ് 2 എങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും